പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു പുതിയ അനുഗ്രഹത്തിന്റെ ദിനം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. പ്രഭാതത്തിന്റെ വെളിച്ചവും പ്രഭാതത്തിന്റെ രശ്മികളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളെയും നമ്മുടെയൊക്കെ ഭവനങ്ങളെയും പ്രകാശപൂരിതമാക്കുന്ന നിമിഷം തമ്പുരാന് നമ്മൾ നന്ദി പറയുകയാണ്. ഉദയസൂര്യനോട് ചേർന്ന് ദൈവത്തിന് നന്ദി പറയുന്ന അനുഗ്രഹത്തിന്റെ നിമിഷം. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് അനുഗ്രഹത്തിന്റെ ഒരു ശുശ്രൂഷയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ദശോപലക്ഷം ജനങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുക, അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ വചനത്തെ അവർ ജീവിതത്തിൽ സ്വീകരിക്കുക. ഈ ഒരു ദിവസം ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടുന്നതിന് വേണ്ടിയിട്ട്, ദൈവികതയുടെ കൃപ ഈ ദിവസം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുങ്ങുകയാണ്. ഇതൊരു ഒരുക്കത്തിന്റെ ശുശ്രൂഷയാണ്. ഈ ദിവസം അനുഗ്രഹമാക്കുവാനായിട്ട് ഞാൻ ഒരുങ്ങുകയാണ്. ദൈവത്തിരുസന്നിധി നന്ദി പറയാം. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയുടെ മധ്യസ്ഥ പരിശുദ്ധ അമ്മയ മറ്റാരുമല്ല, തമ്പുരാന്റെ വചനത്തോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തിയ പരിശുദ്ധ അമ്മ. ഈശോ പറഞ്ഞ വചനങ്ങളെയൊക്കെ തന്റെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് സ്വീകരിച്ച വ്യക്തിയ പരിശുദ്ധ അമ്മ. പിതാവായ ദൈവം അരുളി ചെയ്തപ്പോൾ പുത്രന് വേണ്ടിയിട്ട് ഒരുങ്ങുകയും പുത്രനെ ഉദരത്തിൽ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന് നൽകുകയും ചെയ്തുകൊണ്ട് വചനം എപ്രകാരത്തിൽ സ്വീകരിക്കണമെന്നും വചനം എപ്രകാരത്തിൽ കൊടുക്കണമെന്നും പരിശുദ്ധ അമ്മ വലിയൊരു മാതൃക ലോകത്തിന് നൽകി. പ്രിയമുള്ള ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഏറ്റവും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവായ ദൈവത്താല് നമ്മൾ ഓരോരുത്തരും ശക്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട്, പരിശുദ്ധാത്മാവായി ദൈവം വരുമ്പോൾ നിങ്ങൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടും എന്ന വചനത്തിന്റെ ശക്തി ഈ നിമിഷം നമ്മളിൽ ഓരോരുത്തരിലും അന്വർത്ഥമാകുവാനായിട്ട് നമ്മൾ തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഈ ശുശ്രൂഷയില് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികള് തീക്ഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അസമാധാനത്തിലായിരിക്കുന്ന മക്കൾക്ക് ദൈവം ഒരു സമാധാനം കൊടുക്കാനായിട്ട് ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ ഒരു സമാധാനത്തെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അസ്വസ്ഥതയിലായിരിക്കുന്ന വ്യക്തികൾ തമ്പുരാന്റെ സമാധാനത്താൽ നിറയപ്പെടുവാനായിട്ട് നമ്മൾ തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വചനം നമ്മൾ ശ്രവിക്കാനായിട്ട് നമ്മളെ തന്നെ ഒന്ന് ഒരു നിമിഷം ഒരുക്കാം. ദൈവവചനത്തെ ജീവിതത്തിൽ ഒന്ന് സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുക. നമ്മുടെ ഹൃദയമാകുന്ന വയലിനെ ഒന്ന് വെടുപ്പാക്കുക. ഈശോ നൽകുന്ന ആ വചനം 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം
നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും നമുക്ക് ഒന്ന് ഒരുക്കാം. വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോൽ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 8 വാക്യങ്ങൾ 23 മുതൽ. യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവേ, രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, തിരുവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കാം, ഈശോ തോണിയിൽ കയറി. അവന്റെ ശിഷ്യന്മാരും അവനോട് ഒപ്പം തോണിയിൽ കയറി. അവർ യാത്ര ചെയ്യുക കടലിലൂടെ. യാത്ര ചെയ്യുമ്പോൾ ഈശോ അമരത്ത് തലവെച്ച് ഉറങ്ങുന്നു. തോണിയെ നിയന്ത്രിക്കുന്ന ആരാ? ശിഷ്യന്മാരാ. ആ ശിഷ്യന്മാർ തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കടല് ക്ഷോഭിക്കുകയാണ്. കടല് ക്ഷോഭിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ അവരെ യേശുവിന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, നീ ഉറങ്ങുകയാണോ? ഞങ്ങൾ നശിക്കുവാൻ പോകുന്നു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. ഈശോ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തത ഉണ്ടായി. എന്താ ഈ വലിയ ശാന്തത എന്ന് പറയുന്നത്? അവർ തോണിയിൽ കയറി കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ മാറ്റമുള്ള ഒരു ശാന്തത, ഒരു വ്യത്യാസമാണ്. ഈശോ ശാസിച്ചപ്പോൾ ഉണ്ടായ ശാന്തതയും ഈശോ ശാസിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ശാന്തതയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. തിരുവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അതുകൊണ്ട് തന്നെ തിരുവചനം നമ്മോട് പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈശോ ഇല്ലാത്തപ്പോഴുള്ള ശാന്തതയും ഈശോ ശാസിച്ചപ്പോൾ ഉണ്ടായ ശാന്തതയും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളാ തിരുവചനം നമ്മുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുന്നത്. ഈശോ ഇല്ലാത്തപ്പോൾ ഉണ്ടായിരുന്ന ശാന്തതയേക്കാൾ മനോഹരമായ ഒരു ശാന്തത, ഒരു വലിയ ശാന്തതയാ സംഭവിക്കുന്നത്. അപ്പോൾ ആ ശാന്തതയിൽ എന്താ സംഭവിക്കുന്നത്? അവരുടെ ജോലിഭാരം ഒത്തിരി കുറഞ്ഞു. അതുകൊണ്ടല്ലേ അവർ ചോദിക്കുന്നത്, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അവസ്ഥ ഇത്. ശിഷ്യന്മാര് യേശു ആണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവനോടൊപ്പം ആ വള്ളത്തിൽ കയറിയത്? യേശുവിന്റെ ശക്തി അറിയാവുന്നത് കൊണ്ടല്ലേ അവന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, ഇതാ ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു, നീ ഉറങ്ങുകയാണോ എന്ന്. വീണ്ടും നമ്മൾ കാണുകയാണ്, കാറ്റും കടലും ശാസിച്ച ശേഷം അവൻ ചോദിക്കാണ്, ഇവൻ ആരാണ്? പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും സംഭവിക്കുന്ന ഒരവസ്ഥ ഇത്.
ദൈവത്തെ പൂർണ്ണമായിട്ട് തിരിച്ചറിയുകയും ദൈവത്തിന്റെ ശക്തിയെ ജീവിതത്തിൽ സ്വീകരിക്കുകയും ദൈവാനുഗ്രഹത്തെ ജീവിതത്തിൽ സ്വന്തമാക്കുകയും ചെയ്തിട്ട് എല്ലാം കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്ക, ഇവൻ ആരാണ്, കാറ്റും കടലും പോലും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പോലും ഇത്രമാത്രം കൃപയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ ഒരു വാക്ക് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. ഈ ഒരു വാക്ക്, ഈ അല്പവിശ്വാസത്തിന്റെ വാക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ട. കാരണം വെച്ചാൽ തമ്പുരാന്റെ ശക്തി അനുനിമിഷം തന്റെ ജനത്തിന് വേണ്ടിയുള്ളതാണ്. ദൈവത്തിന്റെ ശക്തി അനുനിമിഷം തന്റെ ജനത്തിന് വേണ്ടിയുള്ളതും തന്റെ ജനത്തിലേക്ക് ചൊരിയുന്നതുമാണ്. അവിടെ ആശ്ചര്യത്തിന്റെ ആവശ്യമില്ല, മറിച്ച് അവിടെ സന്തോഷത്തോടു കൂടിയുള്ള സ്വീകരണത്തിന്റെ ആവശ്യം മാത്രമേ ജീവിതത്തിൽ ഉള്ളൂ. പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ കാണുവാനായിട്ട് സാധിക്കുകയാണ്. യേശുവിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കും, യേശുവിൽ നിന്ന് എല്ലാ കൃപകളും സ്വീകരിക്കും, എല്ലാ സന്തോഷവും സ്വീകരിക്കും. അതിനുശേഷം ദൈവത്തെ മറന്നു പോകുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ തനിക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ മേന്മ കാണിക്കുന്ന അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിക്കേണ്ട ഒരു വലിയ മേഖലയാണ് അത്. തമ്പുരാനെ കൂട്ടുപിടിക്കുന്നവരുടെ ജീവിതം എന്ന് പറയുന്ന, പ്രിയമുള്ളവരെ, എളിമപ്പെടുന്ന ഒരു ജീവിതമാണ്. ദൈവമെന്ന് പറയുന്നത് മുഖസ്തുതികളിൽ ജീവിക്കുന്നവനല്ല, മറിച്ച് യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നവനാണ്. യാഥാർത്ഥ്യത്തില് മനുഷ്യന്റെ കൂടത്തിൽ ജീവിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ടല്ലേ അവന് ഗലീലയിൽ ചുറ്റി സഞ്ചരിക്കാനായിട്ട് സാധിച്ചത്. ആ മനുഷ്യന്റെ വേദനകളുടെ ഇടയിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നുകൊണ്ട് കൃപയാകുവാനായിട്ട്, അനുഗ്രഹത്തെ ചൊരിയാനായിട്ട് ജീവിതത്തിൽ സാധിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കും ചിന്തിക്കുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട്, ആഗ്രഹിക്കുവാനായിട്ട് സാധിക്കണം. എൻ്റെ ഇടയിലേക്ക്, എൻ്റെ കൂടത്തിൽ വസിക്കാനായിട്ട് ഇറങ്ങി വരുന്ന എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ ഞാൻ നിറയപ്പെടുവാനായിട്ട്, അവന്റെ ശക്തിയുടെ അഭിഷേകത്തെ ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് ആ അഭിഷേകത്തെ കുറിച്ച് ആശ്ചര്യപ്പെടുകയല്ല, മറിച്ച് ആ അഭിഷേകത്തിന്റെ കരുത്തില് ജീവിതം അനുഗ്രഹമാക്കി കൊടുക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. എന്ന് പലപ്പോഴും വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതന്നെ, അയ്യോ ദൈവം എനിക്കിതെല്ലാം തന്നു, അതുകൊണ്ട് അവസാനിച്ചു. ദൈവം ഇതെല്ലാം നിന്റെ കയ്യിലേക്ക് തന്നെങ്കിൽ ദൈവത്തിന് അതേക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. തിരുവചനം പറയുകയാണ്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതിന്റെ നാശത്തിനായിട്ടുള്ള, മറിച്ച് എന്റെ ക്ഷേമത്തിനായിട്ടുള്ള പദ്ധതിയാണ്. ഈ ക്ഷേമത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട ദൈവം സകലതും നമ്മുടെയൊക്കെ കയ്യിലേക്ക് വെച്ച് നീട്ടി തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് ക്ഷേമത്തെ സ്വീകരിച്ചവര് ആശ്ചര്യപ്പെടുകയില്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് ക്ഷേമത്തെ സ്വീകരിച്ചവര് ഈ ക്ഷേമത്തെ, ഈ അനുഗ്രഹത്തെ ചുറ്റുമുള്ളവർക്ക് വീതിച്ചു കൊടുക്കണം. ഈ കൊടുക്കലിന്റെ ഒരു സുവിശേഷം ഈശോ കാണിച്ചു തരികയാണ്. അത് അനുഗ്രഹമായിക്കോട്ടെ, പാപമോചനമായിക്കോട്ടെ, സൗഖ്യമായിക്കോട്ടെ, വിടുതലായിക്കോട്ടെ, സമാധാനമായിക്കോട്ടെ, പുതുജീവനായിക്കോട്ടെ, ഈശോ കൊടുക്കലിന്റെ ഒരു വചനത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണിച്ചു തരികയാണ്. നമ്മൾ കൊടുക്കലിന്റെ വചനത്തെക്കാൾ ഉപരിയായിട്ട് നമ്മൾ സ്വീകരിക്കലിന്റെ വചനമാണ് ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഈശോയും ഞാനും നമ്മളുടെ പ്രത്യേകത അതാ. നമ്മൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു വലിയ പ്രത്യേകത അതാ. ഈശോ കൊടുക്കലിന്റെ ഒരു സുവിശേഷം, കൊടുക്കലിന്റെ, സമർപ്പണത്തിന്റെ ഒരു സുവിശേഷം നമ്മുടെ മുൻപിലേക്ക് വെച്ച് നീട്ടി നമ്മൾ പലപ്പോഴും ഒരു സ്വീകരിക്കലിന്റെ, പിടിച്ചു വെക്കലിന്റെ സുവിശേഷത്തെ ചിത്രീകരിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. അവിടെയാ പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കും കൊടുക്കാനായിട്ട്, വിട്ടുകൊടുക്കാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. ഈശോ പറയുകയാണ്, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യത്തില്, നിങ്ങളെ പറ്റിയുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അതെൻ്റെ മനസ്സിലാണ് ഉള്ളത്. തമ്പുരാന്റെ ആ പദ്ധതിയോട് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചേർത്ത് വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. ഒന്ന് ചേർത്ത് വെക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം 14-ാം വാക്യം പറയുകയാണ്, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രത്യാശ കർത്താവിലേക്ക് പൂർണ്ണമായിട്ട് അർപ്പിക്കാനായിട്ട്, അത് ആവശ്യ നേരത്ത് മാത്രമല്ല, മറിച്ച് അനുനിമിഷം അർപ്പിച്ചുകൊണ്ട് ജീവിതം ഒന്ന് മുൻപോട്ട് നയിക്കാനായിട്ട് സാധിക്കണം. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിൽ ഒരു വ്യക്തി പ്രത്യാശ അർപ്പിച്ചാൽ
ചുറ്റുമുള്ള സങ്കടങ്ങള്, ചുറ്റുമുള്ള പ്രയാസങ്ങള്, അസ്വസ്ഥതകൾ ഒന്നും ആ മനുഷ്യന്റെ ജീവിതത്തിന് ഒരു പ്രതിബന്ധമല്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തിയെ പരിചയപ്പെടുകയുണ്ടായി. 3-ാമത്തെ വയസ്സിൽ പോളിയോ തിരിച്ചറിഞ്ഞ കാലഘട്ടം തൊട്ട് ഒരു കൈയും ഒരു കാലും ശോഷിച്ച വ്യക്തി. ആ വ്യക്തി എന്നോട് പറയുക, അച്ഛാ, എന്റെ ജീവിതത്തില് 28 വയസ്സ് വരെ ഞാൻ ഇതേക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരുന്ന വ്യക്തിയാണ്. ഇന്നെനിക്ക് ആ ദുഃഖമില്ല. 28-ാമത്തെ വയസ്സിൽ ഞാനൊരു ധ്യാനത്തിൽ കൂടി ഞാനൊരു വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു, ദൈവം ഇതിലൂടെ എനിക്ക് ഒത്തിരി കൃപ തന്നിട്ടുണ്ട്. ഈ മനുഷ്യനോട് പറയുക, അച്ഛനറിയാമോ, എനിക്ക് ഈ രോഗം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ആകുമായിരുന്നില്ല. ഈ രോഗം എനിക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രമാത്രം സമ്പത്ത് ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല. ഈ രോഗം എനിക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ദൈവത്തെ ഞാൻ തിരിച്ചറിയുക പോലുമില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ പറയുകയാണ്, ഇത് തമ്പുരാൻ എനിക്ക് തന്നപ്പോൾ ഇതിനേക്കാൾ 100 ഇരട്ടിയായിട്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഇതിൻ്റെ 100 ഇരട്ടി അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്. ഈശോ ഒരു വേദന തരുമ്പോൾ 9 സന്തോഷം കൂടെ കൂട്ടിയ അവൻ 10 എന്ന് പറയുന്നത് എഴുതുന്നത്. ഒരു വേദന എൻ്റെ ജീവിതത്തിൽ തരുമ്പോൾ 9 സന്തോഷങ്ങളിൽ കൂട്ടിയ അവൻ 10 ആക്കി അതിനെ മാറ്റുന്നത്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എന്നാ സംഭവിക്കുന്നത്, ആ 9 സന്തോഷങ്ങളെ നമ്മൾ മറന്നുകൊണ്ട് ഈ ഒരു വേദനയുടെ അവസ്ഥകൾ മാത്രം ഉയർത്തിപ്പിടിക്കുന്ന അവസ്ഥകൾ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുക. ദൈവാനുഗ്രഹത്തെ ജീവിതത്തിൽ സ്വന്തമാക്കേണ്ടത്, ദൈവികതയുടെ കൃപയാ ജീവിതത്തിൽ സ്വന്തമാക്കേണ്ടത്. ഈ തമ്പുരാൻ കാണിച്ചു തരുന്ന ഈ സ്നേഹത്തിന്റെ വഴിയിലൂടെ നമ്മുടെ ജീവിതം നമ്മൾ മുൻപോട്ട് നയിക്കേണ്ടത്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, ദാഹിക്കുവാനായിട്ട് ഇന്നേ ദിവസം നമുക്ക് സാധിക്കണം. കാറ്റും കോളും പ്രയാസവും ഉണ്ടാകുമ്പോൾ മാത്രം വിളിക്കാനുള്ള അല്ല ദൈവം, മാത്രമല്ല മറിച്ച് ജീവിതത്തിൽ അനുനിമിഷം അവിടുത്തെ തിരുസന്നിധിയിൽ നിലവിളിക്കാനായിട്ട്, അവിടുത്തെ തിരുസന്നിധിയോട് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കുവാനായിട്ട്, അനുഗ്രഹത്തെ സ്വന്തമാക്കി അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ ദൈവാനുഗ്രഹത്തിന്റെ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോ സമർപ്പിച്ചതുപോലെ ഒരു സമർപ്പണം സാധ്യമാകണം. എപ്രകാരം? പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ തിരുസന്നിധി നമുക്കും പറയാൻ സാധിക്കും, പിതാവേ, അങ്ങയുടെ തിരുപ്പാദത്തെങ്കിൽ എൻ്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. ഏറ്റെടുക്കണമേ, ആശീർവദിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറണം. ഈ ഒരു പ്രാർത്ഥന പ്രിയമുള്ളവർ ഇന്ന് പലപ്പോഴും മറന്നു പോകുന്ന ഒന്നാ. ആവശ്യ നേരത്ത് മാത്രം ഉയരുന്ന ഒരു നിലവിളിയായി പ്രാർത്ഥന മാറുകയാണ്. അല്ല, അനുനിമിഷം ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹ സംഭാഷണം, ഒരു പങ്കുവെക്കല്, ഒരു സ്നേഹം പുതുക്കല്, അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ അനുഭവമായി എൻ്റെ പ്രാർത്ഥന മാറണം. ആവശ്യങ്ങളെക്കാൾ ഉപരിയായിട്ട്, സ്നേഹമായിട്ട്, സമാധാനമായിട്ട്, കൃപയായിട്ട് എൻ്റെ പ്രാർത്ഥന മാറുമ്പോഴാ ജീവിതത്തിൽ പ്രിയമുള്ള ദൈവമക്കളെ ഒരു ആത്മീയതയുടെ സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരാത്മീയതയുടെ സന്തോഷം, ഒരു ബന്ധം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്രകാരത്തിൽ ഒരു ബന്ധം ഈശോയോടൊപ്പം ആ വള്ളത്തിൽ കയറാനായിട്ട് ശിഷ്യന്മാർക്ക് സാധിച്ചത് അവർക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ ഒരു ബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ തമ്പുരാനോടൊപ്പം എനിക്കായിരിക്കുവാനായിട്ട് ഈ ബന്ധം ഇന്ന് അത്യാവശ്യമാണ്. ആ ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക. തീക്ഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇന്നേ ദിവസം ഈശോയെ, നിന്നോടൊപ്പം ശിഷ്യന്മാർ കയറിയ സ്വാതന്ത്ര്യത്തോടെ നിന്നോടൊപ്പം ആയിരിക്കാനായിട്ട്, നിന്റെ തിരുസന്നിധി ചോദിക്കാനായിട്ട്, ആശ്ചര്യപ്പെടാതെ അനുനിമിഷം നീ എനിക്ക് ഇത് തരും എന്നുള്ള ഉറപ്പോടുകൂടി ജീവിതം നയിക്കാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവ തിരുസന്നിധി കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോനാഥ, കോളും കാറ്റുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിന്നോടുള്ള ബന്ധത്തിൽ ഒരിക്കൽ കൂടി ഒന്ന് ആഴപ്പെടുവാനായിട്ട്, ജീവിക്കാനായിട്ട് കരുത്തെനിക്ക് നൽകണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ
ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഈ ഒരു സമയം ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ നമുക്ക് ദൈവം നൽകിയ വലിയ കൃപയ്ക്ക്, അനുഗ്രഹത്തിന് നന്ദി പറയാം. അനേകായിരങ്ങളോടൊപ്പം ഇരുന്ന ഈ വചനം കേൾക്കുന്നത്, ഈ ദൃശ്യമാധ്യമത്തെ ദൈവം ഇപ്രകാരത്തില് ക്രമീകരിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷ ചെയ്ത്, അമ്മേ മാതാവേ, ഞാൻ ഈ കേട്ട വചനത്തിന്റെ ശക്തിയാല് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്താൽ നിറയപ്പെടുവാനായിട്ട്, തമ്പുരാന്റെ കൃപയും അനുഗ്രഹവും എൻ്റെ ജീവിതത്തിലൂടെ അവരന് കൊടുക്കാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് തീക്ഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. യൗസേ പിതാവിന്റെ കരം പിടിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. യൗസേ പിതാവ് ഈ ഒരു ആത്മീയതയുടെ സന്തോഷത്തെ അനുഭവിച്ച വ്യക്തിയാണ്. യേശുവിനെയും കൊണ്ട് പലായനം ചെയ്യുമ്പോഴും, യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് തിരിച്ചു നടക്കുമ്പോഴുമൊക്കെ, കണ്ടുകിട്ടിയപ്പോഴൊക്കെ ഈ ആത്മീയയുടെ സന്തോഷം നിശബ്ദതയുടെ ആഴങ്ങളിൽ അനുഭവിച്ച വ്യക്തിയാണ്. യൗസേ പിതാവ് എനിക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സകല സ്വർഗവാസികളോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുക, മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക. എല്ലാ മാലാഖമാരോടും എല്ലാ കൃപന്മാരോടും സഭന്മാരോടും ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പേരിന് കാരണബോധനായ വിശുദ്ധന്റെ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കാവൽ മാലാഖ എല്ലാവിധ തിന്മയുടെ ശക്തിയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയമുള്ള ദൈവമക്കളെ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അവരുടെ പ്രാർത്ഥനകളോട് നമ്മുടെ പ്രാർത്ഥനകളും നമുക്ക് ചേർത്ത് വെക്കാം. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയുടെ പിന്നിൽ ശുശ്രൂഷയായിട്ട് ചെയ്യുന്ന അനേകായിരം മക്കളുണ്ട്. പ്രത്യേകിച്ച് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യുന്നവര്, അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ കഷ്ടപ്പാടിന് ദൈവമേ നീ ഉത്തരം കൊടുക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിയോഗങ്ങള്, ഏതെങ്കിലുമൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നവര്, ദുഃഖത്തിലായിരിക്കുന്നവര്, വേദനയിലായിരിക്കുന്നവർക്ക് ഒരു ആശ്വാസം, ഒരു പ്രത്യാശയുടെ സ്വരമുണ്ടാകുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനശ്വര സ്നേഹത്തിൻ തായി, അറിവിന്റെ നിറവാകും മാതേ, അമ്മേ അനശ്വര സ്നേഹത്തിൻ തായി, അറിവിന്റെ നിറവാകും മാതേ, ആലംബം നീയേ, ആശ്രയം നീയേ, ആനന്ദം നൽകിടുമമ്മേ, ആനന്ദം നൽകിടുമമ്മേ, അമ്മേ അനശ്വര സ്നേഹത്തിൻ തായി, അറിവിന്റെ നിറവാകും മാതേ.
വ്യാധിയും മാറ്റുന്ന ആത്മീയ വൈദ്യന്റെ അമ്മേ, ആത്മാവിനാദിയും വ്യാധിയും മാറ്റുന്ന ആത്മീയ വൈദ്യന്റെ അമ്മേ, മുട്ടിപ്പായി കേഴുമ്പോഴൊക്കെയും മുക്തി നീ നൽകേണമമ്മേ, മുട്ടിപ്പായി കേഴുമ്പോഴൊക്കെയും മുക്തി നീ നൽകേണമമ്മേ, മുക്തി നീ നൽകേണമമ്മേ. അമ്മേ അനശ്വര സ്നേഹത്തിൻ തായി, അറിവിന്റെ നിറവാകും മാതേ, ലോകത്തിൻ ലോഭങ്ങളൊക്കെയും മാറ്റുന്ന കാരുണ്യനാഥയാമമ്മേ, ലോകത്തിൻ ലോഭങ്ങളൊക്കെയും മാറ്റുന്ന കാരുണ്യനാഥയാമമ്മേ, അകതാരിൽ നിറയും ദുഃഖങ്ങൾ മാറ്റി നീ ആശ്വാസം നൽകണേ തായേ, അകതാരിൽ നിറയും ദുഃഖങ്ങൾ മാറ്റി നീ ആശ്വാസം നൽകണേ തായേ, ആശ്വാസം നൽകണേ തായേ. അമ്മേ അനശ്വര സ്നേഹത്തിൻ തായി, അറിവിന്റെ നിറവാകും മാതേ, അമ്മേ അനശ്വര സ്നേഹത്തിൻ തായി, അറിവിന്റെ നിറവാകും മാതേ, ആലംബം നീയേ, ആശ്രയം നീയേ, ആനന്ദം നൽകിടുമമ്മേ, ആനന്ദം നൽകിടുമമ്മേ. അമ്മേ അനശ്വര സ്നേഹത്തിൻ തായി, അറിവിന്റെ നിറവാകും മാതേ. ഒരു നിമിഷം കാര്യങ്ങൾ കുപ്പി കണ്ണുകളടച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. സഭയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മാർപ്പാപ്പായിലൂടെ മെത്രാന്മാർക്കും മെത്രാന്മാരുടെ വൈദികർക്കും ഒഴുകിയിറങ്ങുന്ന അപ്പസ്തോലിക അധികാരത്തോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഇന്നേ ദിവസം അനുഗ്രഹത്തിന്റെ ദിനമായി മാറാനായിട്ട് എല്ലാ കാറ്റിനെയും കോളിനെയും മാറ്റിവെച്ച് തമ്പുരാനോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസം നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുക. നമ്മുടെ ജീവിതം ഇന്നേ ദിവസം ദൈവാനുഗ്രഹത്താൽ കൃപയാൽ നിറയപ്പെടുവാനായിട്ട്, എല്ലാ കാറ്റും കോളും ഉണ്ടാകുമ്പോൾ തമ്പുരാനെ കൂട്ടുപിടിച്ച് ശാന്തമാക്കുവാനായിട്ട്, വിശ്വസ്തതയുടെ ഒരു ജീവിതം നയിക്കാനായിട്ട് തീക്ഷ്ണമായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവാനുഗ്രഹം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.